ചുവട്ടിൽ നിന്ന് നിറയെ കായ്ച്ചു നിൽക്കുന്ന ഒരു പേരത്തൈ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്ന് അറിയാനായി ഈ വീഡിയോ മുഴുവനായും എല്ലാവരും കാണാൻ ശ്രമിക്കുക. നാടൻ പഴവർഗ്ഗങ്ങളിൽ എല്ലാവർക്കും ഏറെ പ്രിയങ്കരമാണ് പേരയ്ക്ക. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത് ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. നാടൻ പഴവർഗ്ഗമായതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഒരു പേരമരമെങ്കിലും കാണാതെ ഇരിക്കില്ല. വലിയ വളമൊന്നും ചെയ്യാതെ തന്നെ ഇത് വളരുകയും ഫലങ്ങൾ തരുകയും ചെയ്യും. എന്നാൽ നമ്മൾ അത്ര ശ്രദ്ധിക്കാതെ ഇരിക്കുന്നെങ്കിലും പേരയ്ക്ക ആളത്ര ചില്ലറക്കാരനല്ല. നല്ല ഇനം പേരത്തൈകൾ ഇന്ന് കൃഷിക്കായി ലഭിക്കുമെങ്കിലും വീട്ടിൽ തന്നെ ചുവട്ടിൽ നിറയെ കായ്ക്കുന്ന തരത്തിൽ ഇത് വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. നിരവധി ആരോഗ്യ ഗുണങ്ങൾ പേരയ്ക്കയ്ക്ക് ഉണ്ടെന്നാണ് പല ഡയറ്റീഷ്യന്മാരും പറയുന്നത്. ഇതിന്റെ യഥാർത്ഥ ഗുണം മനസ്സിലാക്കിയാൽ വീട്ടുമുറ്റത്തെ പേരയ്ക്ക് നൽകുന്ന പരിപാലനവും കൂടും. വിറ്റാമിൻ എ, സി, മഗ്നീഷ്യം, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമാണ് ഈ ഫ്രൂട്ട്. പേരയ്ക്ക മാത്രമല്ല, ഇതിന്റെ ഇലകളും ഏറെ ഗുണമുള്ളതാണ്. പേരയുടെ ഏറ്റവും പരമ്പരാഗതമായ ഉപയോഗങ്ങളിൽ ഒന്നാണ് മുറിവുകൾ ഉണക്കാനുള്ള മരുന്നായി ഇവ പ്രയോഗിക്കുന്നത്. പേരയുടെ ഇലകൾ തിളപ്പിക്കുകയോ അല്ലെങ്കിൽ ചതയ്ക്കുകയോ ചെയ്ത് ഉപയോഗിക്കുന്നത് മുറിവ് അണുബാധ തടയാൻ ആന്റിസെപ്റ്റിക് ആയി ഇത് പ്രവർത്തിക്കുന്നു. ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ ഏറെ ഫലപ്രദമാണ്. പേരയ്ക്ക ഇലകൾ 20 മിനിറ്റ് തിളപ്പിച്ച് തണുപ്പിച്ച ശേഷം ആ വെള്ളം കൊണ്ട് ചർമ്മം കഴുകുന്നത് രോഗശാന്തി ത്വരിതപ്പെടുത്തുന്നതിനും അതുപോലെ ഫംഗസ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു. വിറ്റാമിൻ സിയുടെ മികച്ച ഉറവിടമാണ് പേരയ്ക്ക. ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ദഹന പ്രക്രിയ സുഗമമാക്കാനും പേരയ്ക്ക എന്തുകൊണ്ടും ഉചിതം തന്നെ. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും പേരയ്ക്കയുടെ ഗുണം മുന്നിൽ തന്നെയാണ്. വൈറ്റമിൻ എയുടെ സാന്നിധ്യം കാഴ്ചയുടെ ആരോഗ്യത്തിനും മികച്ചതാണ്. കാഴ്ചശക്തി കുറയുന്നത് തടയാൻ മാത്രമല്ല, കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും ഇതിന് കഴിയും. പ്രായഭേദമന്യേ പേരയ്ക്ക എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഉയരത്തിൽ നിൽക്കുന്ന മരത്തിൽ നിന്ന് പേരയ്ക്ക പറിച്ചെടുക്കാൻ പലരും പാടുപെടുന്നത് കാണാറുണ്ട്. എന്നാൽ ഇനി അത്തരം ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ പേരയ്ക്ക അതിന്റെ ചുവട്ടിൽ തന്നെ നിറച്ച് കായ്ച്ചു നിൽക്കും. വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഒരു തൈ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഒരു സൂത്രപ്പണിയുണ്ട്. അതാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കേൾക്കുമ്പോൾ കൗതുകം തോന്നുമെങ്കിലും ഇത് എങ്ങനെ സാധ്യമാകും എന്നാണ് പലരും ചിന്തിക്കുന്നത്. അതാണ് ഇനി പറഞ്ഞു വരുന്നത്. ഇത് നമ്മുടെ അടുത്ത പരിചയത്തിൽ ആരുടെയെങ്കിലും വീടുകളിൽ നല്ല ഇനം പേര ഉണ്ടെങ്കിൽ, അത് കായ്ച്ചു നിൽക്കുന്ന പേരയാണെങ്കിൽ അതിൻ്റെ ഒരു കമ്പ് മതിയാകും. നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചുവട്ടീന്ന് കായ്ക്കുന്ന തരത്തിൽ ഈ കമ്പിൽ നിന്ന് ഒരു തൈ വളർത്തിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് അത്തരത്തിൽ വളർത്തിയെടുക്കുന്നത് എന്ന് ഇനി നോക്കാം. പേരയുടെ തണ്ടിൽ നിന്ന് നമുക്ക് വേഗം വേരുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതിന്റെ കമ്പുകളിലൂടെ അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വേരുകൾ ആക്കിയെടുക്കാം. ഇതിന്റെ കമ്പുകൾ നേരിട്ട് മണ്ണിൽ നടുന്നതിലും നല്ലത് വേരുകൾ വന്ന ശേഷം മുറിച്ചെടുത്ത് നടുന്നതാണ്. പല മെത്തേഡുകളിലും ആളുകൾ ഇത്തരത്തിൽ വേരുകൾ വരാനുള്ള വഴികൾക്കായി തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ ചിലവ് കുറഞ്ഞ തരത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ചകിരിച്ചോറ് കൊണ്ടുള്ള ഒരു രീതിയാണ്. എങ്ങനെ ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് അതിനായി ആദ്യം വേണ്ടത് കായ്ച്ചു നിൽക്കുന്ന ഒരു നല്ല ഇനം പേരമരത്തിന്റെ കമ്പുകളാണ്. നമ്മുടെ വിരൽ കനത്തിലുള്ള കമ്പുകൾ എടുക്കുന്നതാകും കൂടുതൽ നല്ലത്. കാരണം അതിലും താഴെ വണ്ണമുള്ള കമ്പ് സെലക്ട് ചെയ്താൽ നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വിരൽ കനത്തിലുള്ള കമ്പ് ഇതിനായി എടുക്കണമെന്ന് പറയുന്നത്. നല്ല കായും പൂവും ഒക്കെയുള്ള ഒരു കമ്പ് ഇതിനായി സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. നല്ല ശിഖരമുള്ള കമ്പാണ് എടുക്കുന്നതെങ്കിൽ അത് കൂടുതൽ നല്ലതാണ്. ഒരു നല്ല കമ്പ് സെലക്ട് ചെയ്ത ശേഷം 2 സൈഡും മാർക്ക് ചെയ്യുക. എന്നിട്ട് അത്രയും ഭാഗം ചെത്തിക്കളയുക. തൊലി ചെത്തിക്കളഞ്ഞാലും ആ ഭാഗത്തായിട്ട് ഒരു പാട പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതും നമ്മൾ എന്ത് ചെയ്യണം? ചുരണ്ടി കളയണം. കാരണം ഈ ഒരു ഭാഗമാണ് ചെടികളിലും മരങ്ങളിലും ഒക്കെ തന്നെ തൊലി ചെത്തിപ്പോയാലും അല്ലെങ്കിൽ തൊലി ഉരഞ്ഞു പോയാലും വീണ്ടും അവിടെ തൊലി കിളിർത്ത് വരാൻ സഹായിക്കുന്ന പാട. വീണ്ടും തൊലി ഉണ്ടാക്കിയെടുക്കാൻ ആ ചെടിയെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ആ നേർത്ത പാട പോലെ കാണപ്പെടുന്നത്.
നമ്മളത് ചുരണ്ടി കളയാത്ത പക്ഷം ഈ പ്രോസസ്സ് ചെയ്യുന്നതിനിടയിൽ വീണ്ടും തൊലി കിളിർത്ത പഴയ രീതിയിലേക്ക് ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ ആ പാട കൂടി കളയാൻ ശ്രദ്ധിക്കണം. ബ്ലേഡ് ഉപയോഗിച്ചോ മറ്റോ ഇത് നമുക്ക് കളയാവുന്നതാണ്. നമുക്ക് കമ്പുകളിൽ വേര് പിടിപ്പിക്കാൻ പ്രധാനമായും വേണ്ടത് 2 പിടി ചകിരിച്ചോറാണ്. അത്രയും ഇതിന് മതിയാകും. ഒരു ചെറിയ പ്ലാസ്റ്റിക് കവറും എടുക്കണം. ശേഷം ഈ ചകിരിച്ചോറ് പ്ലാസ്റ്റിക് കവറിലേക്ക് ഇടുക. ഇത് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിറച്ച ശേഷം ഇതൊരു ബോള് പരുവത്തിലാക്കുക. ഓവറായിട്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കില്ല. ചകിരിച്ചോറ് നനയത്തക്ക രീതിയിൽ നമ്മൾ ഇതിൽ വെള്ളം ചേർത്താൽ മതിയാകും. ആ കവറിലെ 2 പിടി ചകിരിച്ചോറ് 1 പിടിയായി കാണത്തക്ക രീതിയിൽ ഇത് മുറുക്കെ കെട്ടി വയ്ക്കുക. അത് ഒരു തരത്തിലും അഴിഞ്ഞു പോകാൻ പാടില്ല. നന്നായി കെട്ടിയ ശേഷം ഇതിന്റെ നടുവിൽ നമുക്കൊന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കണം. കത്തിയോ അതുപോലെ നമുക്ക് എന്തെങ്കിലും വെച്ച് വരഞ്ഞു കൊടുത്താൽ മതി. ബ്ലേഡും ഉപയോഗിക്കാം. ഇത് നമ്മൾ മുറിച്ച കമ്പിന്റെ തൊലി കളഞ്ഞ ഭാഗത്തേക്ക് വെച്ച് കെട്ടേണ്ടതുണ്ട്. നന്നായി കവർ മുറുക്കി കെട്ടിയ ശേഷം ഈ ഭാഗം കമ്പിന്റെ തൊലി മുറിച്ച ഭാഗത്ത് വെച്ച് നന്നായി മുറുക്കെ തന്നെ കെട്ടുക. ഇതൊരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ താഴെ വീഴാനോ പാടുള്ളതല്ല. എക്സ്ട്രാ വെള്ളം ഒന്നും നമുക്ക് ഇനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ ചകിരിച്ചോറ് നമ്മൾ നനച്ച് തന്നെയാണ് ഈ കവറിൽ കെട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വേര് വരുന്നത് വരെ അത് മതിയാകും. ആ നനവ് മതിയാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം വെയിൽ വരുന്നിടത്ത് വെക്കാതിരിക്കുക. കാരണം ഇതിലെ ജലാംശം നഷ്ടപ്പെടും. അങ്ങനെ ചെയ്തെല്ലാം കെട്ടിവെച്ച ശേഷം ഒരു 1.5 മാസം അല്ലെങ്കിൽ 2 മാസം ആകുമ്പോഴേക്കും നമുക്ക് ഈ നമ്മളെ വേര് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും വേര് വരുന്നില്ല എന്നോർത്ത് നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. വേര് വരും, 100% വേര് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. വേരുകൾ വന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇത് നമുക്ക് നടാവുന്നതാണ്. ഇത് ഗ്രോ ബാഗിൽ നട്ട ശേഷം പിന്നീട് മണ്ണിലേക്ക് മാറ്റി നടുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ സിമ്പിളായ ഒരു പ്രോസസ്സാണ്. ഇതെന്ന് പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും. എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന, അധികം ചിലവൊന്നുമില്ലാത്ത ഒരു രീതിയാണിത്. വളരെ കുറച്ച് സമയം മതിയാകും. ഇതിൻ്റെ പിറകെ നടന്ന മിനക്കെടേണ്ട ആവശ്യവും വരുന്നില്ല. പിന്നെ ഇത് വേര് വരാൻ 1.5-2 മാസം എടുക്കേണ്ടതായി വരും. എന്നാലും നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാവരും ഇത് ചെയ്തു നോക്കുക. റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പ് തന്നെയാണ്. ചെയ്തു നോക്കിയ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്.